ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബത്തിലൊക്കെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നൊരു സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി കുടുംബാംഗങ്ങളെയൊക്കെ നിങ്ങൾ സഹായിക്കുന്ന സമയമാണ്. ശത്രുക്കളെയൊക്കെ സഹായിക്കും. വ്യാപാരികൾക്ക് കാലം അനുകൂലമാണെങ്കിലും അനുകൂലമല്ല, നിങ്ങൾക്ക് അത്ര കണ്ട് ഗുണകരമായിട്ടുള്ളൊരു സമയമല്ല വ്യാപാര ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ. പക്ഷേ നഷ്ടമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എങ്കിലും ഒരു ബൂമിങ്, നിങ്ങളൊരു ഡൈനാമിക് ഗ്രോത്ത് ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. വസ്തു സംബന്ധമായിട്ട് ചില അനുകൂല തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ചില പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ഷെയറൊക്കെ കിട്ടാതിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് മാതാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെയൊക്കെ ചെറിയ ഒരു മനസ്സിൽ ഒരു ചെറിയ അനുകമ്പയൊക്കെ തോന്നിയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. നിങ്ങളെ ചില രോഗങ്ങളൊക്കെ ശൈലിപ്പെടുത്താനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നൊക്കെ ധനയോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് മാതൃഗുണമൊക്കെ കൂടിയിരിക്കുന്ന സമയമാണ്. മാതാവ് താങ്ങും തണലുമായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉറ്റ സുഹൃത്തിൻ്റെ വേർപാട് മനോദുഃഖത്തിന് ഇടവരുത്തുന്നതാണ്. അതുപോലെ തന്നെ മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യാനുള്ളൊരു അവസ്ഥയുണ്ട് ഈ സമയങ്ങളിൽ. നിങ്ങളുടെ കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ട് ധാരാളം ചിലവുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. അതുകൊണ്ട് അനാവശ്യ ചിലവുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. ദൂരത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന, ദൂരത്ത് അനാവശ്യമായിട്ട് പണം ചിലവഴിക്കുന്നതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. പണത്തിൻ്റെ പേരിൽ സ്വജനങ്ങളോട് പിണങ്ങേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. കടുത്ത വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. ഇഷ്ട സുഹൃത്തുക്കളുടെ പ്രവൃത്തികൾ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അവരുടെ പല പ്രവൃത്തികളും നമുക്ക് ഗുണകരമായി മാറുകയില്ല. നിങ്ങളുടെ മാതാവിൻ്റെ രോഗം മൂലം കഷ്ടത അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ മാതാവ് രോഗശൈലിയിലാണെങ്കിലും നിങ്ങളായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവർ. കൂട്ടിരിപ്പുകാരൊക്കെ ചിലപ്പോൾ നിങ്ങളാകാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഷ്ടത നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. നിങ്ങൾ എടുത്തു പറയേണ്ടത് 2, 3, 5, 9, 16, 19, 22, 25, 30 തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നില്ല. ഈ ദിവസങ്ങളിലുള്ള ദീർഘയാത്രകൾ, ശുഭകാര്യങ്ങൾ ഒക്കെ ചെയ്യരുത്. ദീർഘയാത്രകൾക്ക് പോകരുത്. സമയത്തുള്ള യാത്ര ഒഴിവാക്കുക. അതുപോലെ തന്നെ 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. കഴിയാവുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉപയോഗിക്കുന്നതായിരിക്കും ഈ സമയത്തൊക്കെ നല്ലത്. അതുപോലെ തന്നെ പണം ഇടപാടുകൾ ഈ ദിവസം ചെയ്യരുത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സൂക്ഷ്മത ഉണ്ടാകണം ഈ തീയതികളിൽ. നിങ്ങൾക്ക് നാൽക്കാലികളിൽ നിന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. നാൽക്കാലിൽ നിന്നും പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ സ്ത്രീകൾ മൂലം അപാകത്തിനും ധനനഷ്ടത്തിനും ഇടയുണ്ട്. കൃഷിയിൽ നിന്നും നേട്ടങ്ങളാണ് കാണുന്നത്. കൂട്ടു ബിസിനസ്സുകൾ ഒഴിവാക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഈ മാസാവസാനം ഒക്ടോബർ മാസാവസാനമൊക്കെ ആകുമ്പോൾ നാൽക്കാലികളിൽ നിന്നൊക്കെ വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങുന്നൊരു അവസ്ഥയും കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത് രാശിയിൽ നിങ്ങളുടെ ഗൃഹനില കണ്ടാൽ മാത്രമേ നമുക്കത് സാധിക്കൂ. ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല ഈ നാൽക്കാലികമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്. പക്ഷേ ചിലർക്ക് മാസാവസാനമൊക്കെ ഒക്ടോബർ മാസാവസാനമൊക്കെ ആകുമ്പോൾ ധാരാളം വരുമാന നേട്ടങ്ങളൊക്കെ നാൽക്കാലിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് പാർട്ടീഷൻ കഴിഞ്ഞിട്ട് കുടുംബസ്വത്തുമൊക്കെ കൈകാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. സ്വന്തമായിട്ടതിൽ ഒരു ഭവനം വെച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമായ സമയം തന്നെയാണ്. ഇതിൽ നിങ്ങൾ എടുത്തു പറയേണ്ട നിങ്ങളുടെ ഈ മാസങ്ങളിലെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും സൽഫലങ്ങളുടെ മാറ്റു വർദ്ധിക്കാനുമായിട്ടായിട്ട് നിങ്ങൾ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക. ദേവി പ്രീതിക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വെളുത്ത പായസം, വെളുത്ത പൂക്കൾ ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പറ്റിയാൽ നിങ്ങൾ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ദേവിക്ക് രാവിലെയുള്ള നിർമാല്യത്തിന് ഇളനീരിനാൽ കരിക്കും വെള്ളത്തിനാൽ അഭിഷേകം നടത്തുക, പാലഭിഷേകം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്.
അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലൊരു സമയമുണ്ടാകട്ടെ, സർവകാര്യ വിജയം നേടാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു മാസങ്ങളുടെ വീഡിയോയും മറ്റ് നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.